അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം, അതിൽ 4-ാമത്തെ അധ്യായം, അതിലെ ആദ്യത്തെ ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഋഷയ ഊചു സൗമ്യ വ്യാസസ്യ ഭാര്യായാം കസ്യാം ജാതസുതശുക കഥം വാ കീദൃശോ യേന പഠിതേയം സുസംഹിത അയോനിജസ്ത്വയാ പ്രോക്ത തഥാ ചാരണിജ ശുക സന്ദേഹോസ്തി മഹാംസ്തത്ര കഥയാദ്യ മഹാമതേ ഗർഭയോഗീ ശ്രുതപൂർവം ശുകോ നാമ മഹാതപാ കഥം ച പഠിതം തേന പുരാണം ബഹുവിസ്തരം. സൂത ഉവാച പുരാ സരസ്വതീ തീരെ വ്യാസഃ സത്യവതീ സുത ആശ്രമേ കലവിംഗൗ തു ദൃഷ്ട്വാ വിസ്മയമാഗത ജാതമാത്രം ശിശും നീടേ മുക്തമണ്ഡാൻ മനോഹരം താമ്രാസ്യം ശുഭസർവാംഗം പിച്ഛാങ്കുരവിവർജിതം തൗ തു ഭക്ഷ്യാർത്ഥമത്യന്തം രതൗ ശ്രമപരായണൗ ശിശോഞ്ചുപുടേ ഭക്ഷ്യം ക്ഷിപന്തൗ ച പുനഃ പുനഃ അംഗേനാംഗാനി ബാലസ്യ ഘർഷയന്തൗ മുദാന്വിതൗ ചുംബന്തൗ ച മുഖം പ്രേംണ കലവിംഗൗ ശിശോശുഭം വീക്ഷ്യ പ്രേമാദ്ഭുതം തത്ര ബാലേ ചടകയോസ്തദാ വ്യാസശ്ചിന്താതുരഃ കാമം മനസാ സമചിന്തയൽ തിരശ്ചാമപി യത്പ്രേമ പുത്രേ സമഭിലക്ഷ്യത്തെ കിം ചിത്രം യന്മനുഷ്യാണാം സേവാഫലമഭീപ്സതാം കിമേതൗ ചടകൗ ചാസ്യ വിവാഹം സുഖസാധനം വിരച്യ സുഖിനൗ സ്യാതാം ദൃഷ്ട്വാ വധ്വാ മുഖം ശുഭം അഥവാ വാർദ്ധകേ പ്രാപ്തേ പരിചര്യാം കരിഷ്യതി
പുത്ര പരമധർമ്മിഷ്ഠ പുണ്യാർത്ഥം കലവിംഗയോ അർജയിത്വാഥവാ ദ്രവ്യം പിതരൗ തർപ്പയിഷ്യതി അഥവാ പ്രേതകാര്യാണി കരിഷ്യതി യഥാവിധി അഥവാ കിം ഗയാശ്രാദ്ധം ഗത്വാ സംവിതരിഷ്യതി നീലോത്സർഗം ച വിധിവൽ പ്രകരിഷ്യതി ബാലക സംസാരേത്ര സമാഖ്യാതം സുഖാനാമുത്തമം സുഖം പുത്രഗാത്രപരിഷ്വംഗോ ലാളനം ച വിശേഷത. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ ഭാഷാഗാനമായി, തർജ്ജമയായി, നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൗമ്യനായ സൂതാ ചൊല്ലു വ്യാസന്റെ ഏതു ഭാര്യയിൽ സുതനായി ശ്രേഷ്ഠനായ ശുകൻ പിറന്നു. സർവജ്ഞനായിടും ശുകൻ എങ്ങിനെ ഏതു പ്രകാരം സംഹിതയാം പുരാണത്തെ ഭക്ത്യാ പഠിച്ചു. അദ്ദേഹം മയോനിജനും അരണിജനുമാണെന്നു അവിടുന്നു മുമ്പേ തന്നെ പറഞ്ഞുവല്ലോ. അക്കാര്യത്തിൽ ഞങ്ങൾക്കേറെ സംശയമുണ്ടല്ലോ സൂത, അതും ഞങ്ങളോടിപ്പോഴേ പറഞ്ഞിടണേ. മഹാതപസ്വിയാം ശുകൻ അമ്മ തൻ ഗർഭത്തിങ്കൽ നിന്നും മഹീതിൽ പിറന്നവനാണെന്നും പിന്നെ മഹായോഗിയുമെന്നത്രേ കേട്ടത് അതിവിസ്തൃത മഹാപുരാണം ശുകൻ പഠിച്ചതെങ്ങിനെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പണ്ടൊരിക്കൽ സരസ്വതി നദീ തീരത്തുള്ളതാകും പരമമാം തൻ്റെ ആശ്രമത്തിങ്കൽ വച്ച് പരാശര്യനാകും വ്യാസൻ അവിടേക്കു വന്ന കുരരി പക്ഷിദ്വയത്തെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. മുട്ടയിൽ നിന്നു വിരിഞ്ഞ അഴകുള്ള കുഞ്ഞിനെയും മുനിയാകും വ്യാസൻ പക്ഷിക്കൂട്ടിലായി കണ്ടു. മുഖം ചുവന്നു തുടുത്തും ഭംഗിയുള്ള ശരീരവും മുളച്ചിട്ടേയില്ല തൂവൽ ശരീരത്തിലും. ആ പക്ഷികൾ തീറ്റ തേടുന്നതിലായി മുഴുകിട്ടു അത്യധികം ക്ഷീണിച്ചവരാണെന്നാകിലും ആ പക്ഷിക്കുഞ്ഞിൻ്റെ ചുണ്ടിൽ അതീവ താൽപര്യത്തോടെ ആഹാരം നൽകിക്കൊണ്ടിരിക്കുന്നതും കണ്ടു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
സന്തോഷത്താൽ രണ്ടുപേരും പക്ഷിക്കുഞ്ഞിൻ അംഗങ്ങളിൽ സ്വന്തം അംഗങ്ങളെ ചേർത്തു ഉരസുന്നുണ്ട്. സുന്ദരമാമഴകുള്ള പക്ഷിക്കുഞ്ഞിൻ മുഖത്തായി സ്നേഹപൂർവം രണ്ടുപേരും ചുംബിക്കുന്നുണ്ട്. പുരരിപ്പക്ഷികളാകും ദമ്പതിമാർ തങ്ങളുടെ കുഞ്ഞിനോടു കാണിക്കുന്ന പ്രേമാതിരേകം കണ്ടിട്ടു സത്യവതി തൻ പുത്രനാകും വേദവ്യാസൻ കൗതുകമയാകുലമായി ഏവം ചിന്തിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കുരരിപ്പക്ഷികൾ പോലും നിര്യജാതികൾക്കു പോലും കുഞ്ഞിനോടു അത്യധിക പ്രേമമുണ്ടല്ലോ. കുരരിപ്പക്ഷികൾ പോലെ തിര്യജാതികൾക്കു പോലും കുഞ്ഞിനോടു അത്യധിക പ്രേമമുണ്ടല്ലോ. കർമ്മഫലം പ്രതീക്ഷിക്കും മനുഷ്യരുടെ കാര്യത്തിൽ കഷ്ടം ഇത്ര അത്ഭുതപ്പെടാനെന്തിരിപ്പൂ. ഈ കുരരിപ്പക്ഷികളോ ജീവിത സുഖത്തിനായി കുരരിപ്പക്ഷികളോ ജീവിത സുഖത്തിനായി ഇവരുടെ പുത്രനാലെ വിവാഹമുണ്ടോ. ഈ വിധത്തിൽ വധുവിൻ്റെ ശുഭമായ മുഖം കണ്ട് ഇവരുടെ ജീവിതം സന്തുഷ്ടമാകുമോ. പരമധർമ്മിഷ്ഠനായ മനുഷ്യന്റെ പുത്രനെ പോൽ പക്ഷിക്കുഞ്ഞു പുണ്യം നേടാൻ ശ്രമിച്ചിടുമോ. പിതാമാതൃവാർദ്ധക്യത്തിൽ ദമ്പതികളവർക്കായി പരമമാം ശുശ്രൂഷ ചെയ്യുകയില്ലല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അല്ലെങ്കിൽ വേണ്ടത്ര ദ്രവ്യം സമ്പാദിച്ചു വേണ്ട പോലെ അച്ഛനമ്മമാരെ സന്തുഷ്ടരാക്കിയിടുമോ. അവർ മരിച്ചിടും നേരം മരണാനന്തര ക്രിയ അവർക്കായി യഥാവിധി നടത്തിടുമോ. അവർക്കായി വിധി പോലെ ഗയാശ്രാദ്ധം നടത്തുമോ. അനന്തരം നീലോത്സർഗം നിർവഹിക്കുമോ. അഖില ലോക ജീവിത സുഖങ്ങളിൽ അത്യുത്തമം അവരുടെ മകനെ കെട്ടിപ്പിടിക്കയും അതുപോലെ വിശേഷിച്ചും അവനെ ലാളിക്കുകയും അറിവുള്ളവരിങ്ങനെ പറഞ്ഞിടുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം.
സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മയെ അറിയാൻ എന്ന ദേവീ ഭാഗവത അക്ഷരോപാസനയിൽ ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തും ഭാഷാഗാനമായും ഒക്കെ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചത്. ഇന്ന് ആ 14 ശ്ലോകങ്ങളെ അനുസ്മരിക്കുകയാണ്. ഋഷികളുടെ അല്ലെങ്കിൽ ശൗനകാദികളുടെ ഒരു ചോദ്യത്തോടു കൂടിയിട്ടാണ് ദേവിയുടെ സർവോത്തമത്വ വർണ്ണനവും ശുകജനനവും എന്നുള്ള ഈ 4-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ആ ചോദ്യങ്ങളാണ്. ഋഷികൾ ചോദിക്കുകയാണ്, സൗമ്യ വ്യാസസ്യ ഭാര്യായാം കസ്യാം ജാത സുതശുക. ഹേ സൗമ്യനായ സൂത, വ്യാസന്റെ ഭാര്യമാരിൽ ആരിലാണ് ശുകൻ എന്ന പുത്രൻ ഉണ്ടായത്? കഥം വാ കീദൃശോ യേന പഠിതേയം സുസംഹിത. അദ്ദേഹം എങ്ങനെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഈ സംഹിതയെ എങ്ങനെ പഠിച്ചു, ഏതു പ്രകാരത്തിൽ പഠിച്ചു എന്നറിയാൻ താല്പര്യമുണ്ട്. അയോനിജസ്ത്വയാ പ്രോക്ത തഥാചാരണിജ ശുക. അദ്ദേഹത്തെക്കുറിച്ച്, ശുകനെക്കുറിച്ച് പറഞ്ഞത് അയോനിജനാണ്, അതേപോലെ അരണിജനാണ് എന്ന് അങ്ങ് പറഞ്ഞു. അയോനിജൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ജന്മം ഒരു സ്ത്രീയുടെ യോനിയിലൂടെയാണ് ഉണ്ടാവുക. എന്നാൽ ശുകൻ അങ്ങനെയല്ല എന്നും അരണിജനാണെന്നും അരണിയിൽ നിന്നാണ് ഉണ്ടായത് എന്നും അങ്ങ് പറഞ്ഞു. ഇക്കാര്യത്തിൽ സന്ദേഹോസ്തി, ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് മഹാമതേ, ബുദ്ധിമാനായിരിക്കുന്ന സൂത, അത് ആ കഥയെ ഞങ്ങളോട് ഇപ്പം തന്നെ പറയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭയോഗി ശ്രുതപൂർവം ശുകോ നാമ മഹാതപ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചവനും അതേപോലെ തന്നെ മഹാതപസ്യയുമായ ശുകൻ യോഗിയുമാണ് എന്ന് മുമ്പ് കേട്ടിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് അതിവിസ്തൃതമായ ബഹുവിസ്തരം പുരാണം അത് അദ്ദേഹം എങ്ങനെയാണ് പഠിച്ചത്? കഥം ച പഠിതം തേന, അതെങ്ങനെയാണ് ശുകൻ പഠിച്ചത്? ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ഇത് കേട്ടപ്പോൾ സൂതൻ പറഞ്ഞു, പുരാ സരസ്വതീ തീരെ വ്യാസ സത്യവതീ സുത ആശ്രമേ കലവിംഗൗ തു ദൃഷ്ട്വാ വിസ്മയമാഗത. പണ്ട് സരസ്വതി നദിയുടെ തീരത്തുള്ള തൻ്റെ ആശ്രമത്തിൽ വെച്ച് സത്യവതീസുതനായ വേദവ്യാസൻ അവിടെ വന്ന കലവിംഗൗതു ദൃഷ്ട്വാ വിസ്മയമാഗത, 2 കലവിംഗ പക്ഷികൾ, കുരരി പക്ഷികൾ അല്ലെങ്കിൽ കുരിയിൽ പക്ഷി എന്നൊക്കെ പറയും, അതിനെ കണ്ട് വിസ്മയമാഗത, വല്ലാത്ത വിസ്മയമുണ്ടായി വേദവ്യാസന്. എന്താണ് ആ വിസ്മയത്തിന് കാരണം എന്നാണെങ്കിൽ, ജാതമാത്രം ശിശും നീടെ മുക്തമണ്ഡാൻ മനോഹരം താമ്രാസ്യം ശുഭസർവാംഗം പിച്ഛാങ്കുര വിവർജിതം. മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ജാതമാത്രം ശിശും നീടെ, അതിസുന്ദരമായിരിക്കുന്ന അഴകുള്ള ഒരു ഈ പക്ഷിക്കുഞ്ഞിനെയും കൂട്ടിൽ കണ്ടു. നീടെ, ആ കൂട്ടിൽ കണ്ടപ്പോൾ തന്നെയുമല്ല, നല്ല ചുമന്ന മുഖം, ജനിച്ചിട്ടേയുള്ളൂ, നല്ല ഭംഗിയുള്ള ശരീരം, തൂവൽ ഇതുവരെ മുളച്ചിട്ടും ഇല്ല, പിച്ഛാങ്കുര വിവർജിതം, തൂവലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ
ആ കുരിയിൽ പക്ഷി അല്ലെങ്കിൽ കുരരപ്പക്ഷി. എന്നിട്ടോ തൗ തു ഭക്ഷ്യാർത്ഥം അത്യന്തം രതൗ ശ്രമപരായണൗ. ആ രണ്ട് പക്ഷികളും, തള്ളപ്പക്ഷിയും തന്തപ്പക്ഷിയും, തീറ്റ തേടുന്നതിൽ മുഴുകി വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. എങ്കിലും ശിശോൻശ്ച ചുപുടേ ഭക്ഷ്യം, ആ പക്ഷിക്കുഞ്ഞിൻ്റെ ചുണ്ടിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണം വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അച്ഛനമ്മമാർക്ക് കുട്ടികൾ കഴിക്കുമ്പോഴാണ് സന്തോഷം, അല്ലേ? അവരിതിനു വേണ്ടി കഷ്ടപ്പെട്ടു ഒരുപാട്. പക്ഷേ ആ പക്ഷിക്കുഞ്ഞിന് കൊടുക്കാൻ അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അംഗേനാംഗാനി ബാലസ്യ ഘർഷയന്തൗ മുദാന്വിതൗ ചുംബന്തൗ ച മുഖം പ്രേംണ കളവിംഗൗ ശിശോ ശുഭം. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി മുദാന്വിതൗ ഘർഷയന്തൗ, ആ പക്ഷിക്കുഞ്ഞിൻ്റെ അംഗങ്ങളിലൊക്കെ തങ്ങളുടെ ശരീരം വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുന്നുണ്ട്. പിന്നെയോ വളരെ ഭംഗിയുള്ള ആ മുഖം രണ്ടുപേരും അതീവ സ്നേഹത്തോടെ പ്രേമത്തോടെ ചുംബിക്കുകയും ചെയ്യുന്നു. ചുംബന്തൗച മുഖം പ്രേംണ, ആ രണ്ട് പക്ഷികൾ. പിന്നെയോ വീക്ഷ്യ പ്രേമാത്ഭുതം തത്ര ബാലേ ചടകയോസ്തദാ വ്യാസശ്ചിന്താതുരക്കാമം മനസാ സമചിന്തയൽ. വ്യാസൻ ഇങ്ങനെ ആലോചിക്കുക ഇത് കണ്ടപ്പോൾ. കാരണം എന്താ? ഈ പക്ഷികൾ, ഈ ദമ്പതികൾക്ക് തങ്ങളുടെ പക്ഷിക്കുഞ്ഞിനോടുള്ള പ്രേമാതിരേകം, ആ സ്നേഹം കണ്ടിട്ട് വ്യാസശ്ചിന്താതുര, ആതുരനായി ആകുലഭാവം പൂണ്ട വ്യാസൻ മനസാ സമചിന്തയിൽ, മനസ്സിലിങ്ങനെ ആലോചിച്ചു, ചിന്തിച്ചു. തിരശ്ചാമഭിയൽ പ്രേമ പുത്രേ സമഭിലക്ഷ്യത്തെ. തിര്യക് ജാതിയിൽപ്പെട്ട അതാണല്ലോ പക്ഷികളൊക്കെ. അപ്പൊ പക്ഷികൾക്ക് പോലും തങ്ങളുടെ സന്താനങ്ങളോട് വലിയ പ്രേമമുണ്ട്, സ്നേഹമുണ്ട്. കിം ചിത്രം യൻ മനുഷ്യാണാം സേവാഫലമഭീപ്സത. അങ്ങനെയെങ്കിൽ കർമ്മഫലങ്ങളെ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഒട്ടും തന്നെ അത്ഭുതപ്പെടാനില്ല എന്നാണ്. കിം ചിത്രം യൻ മനുഷ്യാണാം, മനുഷ്യർ ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. കിമേതൗ ചടകൗ ചാസ്യ വിവാഹം സുഖസാധനം വിരച്യ സുഖിനൗ സ്യാതാം ദൃഷ്ടുവാ വധ്വാമുഖം ശുഭം. ഈ പക്ഷി ദമ്പതികൾ തൻ്റെ മകനെ കൊണ്ട് ജീവിത സുഖത്തിന് ഏറ്റവും നല്ലത് എന്ന് കരുതുന്ന വിവാഹം ഇവർ നടത്തുമോ? അതേപോലെ തന്നെ ആ വിവാഹം കഴിഞ്ഞാൽ ആ വധുവിൻ്റെ സുന്ദരമായ ശുഭകരമായിരിക്കുന്ന മുഖം കണ്ട് ഇവരെ സന്തുഷ്ടരായി തീരുകയില്ല. അങ്ങനെ ചെയ്യുമോ? ഇതൊക്കെ ആലോചിക്കുകയാണ്. ഇവരിതൊന്നും ചെയ്യില്ലല്ലോ. പിന്നെയോ ഇനി അഥവാ മറ്റല്ലെങ്കിൽ വാർദ്ധകേ പ്രാപ്തേ, ഈ ദമ്പതികൾക്ക് വാർദ്ധക്യം വരുമ്പോൾ പരിചര്യാം കരിഷ്യതി, ഈ മകൻ പരിചരണം ചെയ്യോ ഇവർക്ക്? പുത്ര പരമധർമ്മിഷ്ഠ പുണ്യാർത്ഥം കലവിങ്കയോ, ഈ ദമ്പതികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യോ വാർദ്ധക്യകാലത്ത്? അതും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ അർജയിത്വാധവാ ദ്രവ്യം, ആർജയിത്വാധവാ ദ്രവ്യം, ഈ ദ്രവ്യം സമ്പാദിച്ചിട്ട് പിതരവ് തർപ്പയിഷ്യതി, മാതാപിതാക്കന്മാർക്ക് കൊടുക്കുവോ? ഇനി അതല്ല, പ്രേതകാര്യാണി കരിഷ്യതി യഥാവിധി, ഈ പക്ഷികൾ മരിച്ചാൽ അതിൻ്റെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ, മരണാനന്തര ക്രിയകളൊക്കെ ഇവര് ഈ പക്ഷിക്കുഞ്ഞ് ചെയ്യോ? അതുമില്ല. അഥവാ കിം ഗയാ ശ്രാദ്ധം ഗത്വാ സംവിതരിഷ്യതി, ഇനി മരിച്ചു കഴിഞ്ഞാൽ ഗയാശ്രാദ്ധം, ഗയയിൽ പോയി ശ്രാദ്ധം ഇട്ടുക എന്നുള്ളത് വളരെ വിശേഷമാണ്. അത് ഈ പക്ഷിക്കുഞ്ഞ് ചെയ്യോ? ഒരിക്കലുമില്ല. ഇനി നീലോത്സർഗം ച വിധിവൽ പ്രകരിഷ്യതി ബാലക, നീലോത്സർഗം എന്ന പ്രവൃത്തി പക്ഷിക്കുഞ്ഞ് ചെയ്യോ? ഒരു പിതൃകർമ്മമാണ് നീലോത്സർഗം എന്ന് പറഞ്ഞാൽ. അത് ചെയ്യാൻ സാധ്യതയുണ്ടോ? അതുമില്ല. അപ്പൊ സംസാരേത്ര സമാഖ്യാതം സുഖാനാം ഉത്തമം സുഖം പുത്രഗാത്ര പരിഷ്വങ്കോ ലാളനം ച വിശേഷത. അപ്പൊ ലോക ജീവിതത്തിൽ, സംസാരത്തിൽ പറയപ്പെടുന്നു ഏറ്റവും ഉത്തമമായ സുഖങ്ങളിൽ വെച്ച് സുഖം, അത്യുത്തമമായ സുഖം, സുഖാനാമുത്തമം സുഖം എന്താ?
പുത്രഗാത്ര പരിഷ്വങ്കോ, പുത്രനെ ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ്. ലാളനം ച വിശേഷത, അതേപോലെ തന്നെ വിശേഷമായിട്ട് പറഞ്ഞാൽ അതിനെ ലാളിക്കുക, ഇതാണ് എന്ന് പറയപ്പെടുന്നു എന്ന് പറയുന്ന 14-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. 15-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.